എന്താണ് ഈ താടി നമിച്ച് വാതിൽ പുതിയ സിനിമയിൽ നിൽക്കുകയാണ്. ഈ വാതിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്നത്? ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ വീടിന്റെ വാതിൽ. വീണ്ടും വാതിൽ. അവിടെ ഉണ്ടായ ഒരു ഓർമ്മ എന്തായിരിക്കും? അവിടെ ഉണ്ടായ ഓർമ്മ കഴിഞ്ഞ റോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആണെങ്കിൽ ഇവിടെ പറയാം. ഞാൻ കേട്ടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. അല്ല, ഒന്നുമില്ല, അത് മോള് അകത്ത് കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ ഡോറ് ലോക്കായി പോയി. അപ്പൊ ആ ഡോറ് തുറക്കാനുള്ള പരിശ്രമമായിരുന്നു ഞാൻ പുറത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് വൈഫ് എൻ്റെ അടുത്ത് 17ാമത്തെ അല്ലേ ഞങ്ങൾ താമസിക്കുന്നത്. വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, മേളിലത്തെ ബാൽക്കണി പോയിട്ട് ഞാൻ ഇതിനിറങ്ങാം, ബെഡ്ഷീറ്റിൽ ഇറങ്ങാം, ഞാൻ ഇപ്പുറത്തെ ബാൽക്കണിയോട് ചാടി വന്നിട്ട് ഡോറ് തുറക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ ഞാൻ ഡോറ് കാണുമ്പോഴും കൊച്ചുറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അവളുടെ ആ ധൈര്യവും ആ സംഭവം അതാണ് ഓർമ്മയിൽ വരുന്നത്. എങ്ങനെയുണ്ട് ഈ സിനിമ? പ്രഷർ തീരുമാനിക്കണം, നമ്മൾ അഭിനയിച്ചു വെച്ചുള്ളത്. നല്ലൊരു സിനിമ. കാരണം ഞാൻ ഇതിന്റെ കഥ കേട്ടു. അതുകൊണ്ട് ഞാൻ വിനയനെയാണ് വിളിക്കുന്നത്. വിനയാണ് ഈ സിനിമയുടെ നായകൻ. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ. മീൻസ് പുള്ളിക്ക് മൊത്തത്തിൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ 6 ദിവസം 7 ദിവസം ഉള്ളൂ ഞാൻ ഈ സിനിമയിൽ. അപ്പൊ ചോദിച്ചപ്പോൾ നല്ല രസമാണ്. ബാക്കിയുള്ള എനിക്ക് ഇവരെ ആരെയും അറിയില്ല. ക്രൂ മെമ്പേഴ്സ് ഒരാളെ എനിക്ക് അറിയില്ല, മീൻസ് ടെക്നിക്കൽ സൈഡ്. അപ്പൊ വിനയുടെ ഒപ്പം പഠിച്ച ആളൊക്കെയാണ് ക്യാമറമാൻ. അപ്പൊ അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ട്. 7 ദിവസം കൊണ്ട് എൻ്റെ ക്യാരക്ടർ കഴിഞ്ഞു. പക്ഷെ അത് ത്രൂട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, രസമുള്ള ക്യാരക്ടറാണ്. അല്ല, ചില കഥാപാത്രങ്ങൾ അങ്ങനെയായിരിക്കും. സിനിമ കണ്ടിറങ്ങും ദിവസമല്ല, പക്ഷെ പടം കണ്ടിറങ്ങും സിനിമയിലുണ്ടാവും. ചില സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ ആ 7 ദിവസത്തെ ഫീൽ ആയിരിക്കില്ല ഓഡിയൻസിന് കിട്ടുന്നത്. ആ ഫുൾ ഡേ ഉണ്ടായിരുന്ന ഫീൽ കിട്ടുള്ളൂ. അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് തൃപ്തി വരിക. അങ്ങനെ ഒരു കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യും സിനിമ കണ്ടു ചെയ്യും. കഥാപാത്രത്തിന്റെ പേര് കബീഷ്. അതുകൊണ്ട് തന്നെ അത് തന്നെ സൂപ്പറായി. പേര് പൊളിച്ചോ. അതിന്റെ ഒരു കഥയുണ്ട് ഇതിന്. ഇപ്പൊ വിനയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് പടത്തിൽ, പറയുന്നുണ്ട്. പടം കണ്ടിട്ട് തീരുമാനിച്ച കബീഷിന്റെ കഥ പടം കണ്ടിട്ട് തീരുമാനിച്ചേ. മൊത്തത്തിൽ എല്ലാവരും കബീഷ് എന്നാണ് വിളിച്ചത് സിനിമ ലൊക്കേഷനിൽ. അതിനങ്ങനെ വിളിച്ച കബീഷ് കഥാപാത്രത്തെ പേര് വെച്ച് നോക്കാം. ഞാൻ കബീഷിന് തുടങ്ങുള്ളൂ. ഞാൻ കബീഷായിട്ട് തുടങ്ങുള്ളൂ. എനിക്ക് കിച്ചു വിളി ഞാൻ നിർത്തി. വല്ല കാര്യങ്ങളാരാണ് ഞാൻ ആള് മാറി എറിഞ്ഞാണ്. ആള് മാറി എറിഞ്ഞതാ. അല്ല, കുഴപ്പമില്ല. കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടണം. ഇനിയിപ്പം ചില സിനിമകൾ അഭിനയിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കുമല്ലോ. വിളിക്കില്ലേ? ഇനിയിപ്പോ എന്നെ കോയാന്നാണ് വിളിച്ചോണ്ട് ചിലപ്പോ ഇതായിരിക്കും വിളിക്കുക. ഇതായിരിക്കും ആളുകൾക്ക് ഒന്നും കൂടെ വിളിക്കാനും ഒരു രസം തോന്നും. കബീഷ് അനു വിളിച്ചു, മിറും വിളിച്ചു, എല്ലാരും വിളിച്ചു. സത്യമായ ഒരു കാര്യമുള്ളൂ. അങ്ങനെ കഥാപാത്രത്തിന്റെ പേര് വെച്ചറിയുമ്പോ ഈ സിനിമയുടെ നമ്മൾ കോയ എന്ന് മാറി ഈ സിനിമയുടെ കഥാപാത്രമായിട്ട് അറിയട്ടെ. കാരണം വെച്ചാൽ സിനിമയുടെ ഒരു വൻ വിജയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഈ കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കട്ടെ. അതിൽ നമ്മൾ സന്തോഷിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അനു, ഇപ്പൊ നമ്മൾ ഈ കുറച്ച് നാൾ മുമ്പാണ് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു പോയത്, അല്ലെ? പല സിനിമകളും ഇപ്പോൾ സിനിമകൾ തുടരെ അഭിനയിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് സിനിമയിൽ അങ്ങനെ തുടരെ കാണാനുണ്ടായിരുന്നില്ല. ചെയ്തു വെച്ച സിനിമകളെല്ലാം വിജയത്തിലേക്കും പോകുന്നുണ്ട്. സിനിമയാണ് വിജയവും പരാജയവും ഉണ്ടാകാം. അത് നമ്മൾ അഭിനയിക്കുക, നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ട്? വാതിൽ സിനിമയെ കുറിച്ച് പറയണോ അതോ? സിനിമയെ കുറിച്ച്. വാതിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ ലോക്ക്ഡൌൺ സമയമില്ലേ, ഒരു സംശയരോഗത്തിന്റെ കഥ പറയുന്നുണ്ട് ഈ സിനിമ. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. അതവിടെ ഇരിക്കട്ടെ. സിനിമ കണ്ടിട്ട് നിങ്ങള് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാ പറഞ്ഞത്. ഇനി സിനിമ കണ്ടിട്ട് ആ ഒരു തീരുമാനം എടുത്താൽ മതി. ട്രെയിലറിൽ എനിക്ക് അങ്ങനെ തോന്നി. അത് മൊത്തത്തിൽ സിനിമ കണ്ടാലേ കിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു ഫീലാണ് രണ്ടുപേരായിട്ട് പറയുന്നുണ്ട്. ഇന്റർവ്യൂ എടുത്ത വേറൊരു ആളൂടെ പറഞ്ഞൊരു സംശയരോഗമൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതൊക്കെ എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോൾ മനസ്സിലാക്കണതായിരിക്കും നല്ലത്. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു കുഞ്ഞു സിനിമയാണ്. ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ. ഒരുപാട് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര ചർച്ച ചെയ്യാനുള്ള ഒന്നുമില്ല. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയൊരു കണ്ടന്റാണ്. എല്ലാവരുടെയും ലൈഫിൽ നടന്നേക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈഫിലോ അങ്ങനെ എവിടെയെങ്കിലും കണ്ടേക്കാവുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണുമ്പോൾ ഒരു പുതിയ കാര്യമായിട്ടായിരിക്കില്ല, അയ്യോ ഇത് ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ തനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയാലും, കബീഷ് ആയാലും, മെറിൻ ചെയ്യുന്ന ക്യാരക്ടർ ആയാലും, വിനയ് ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ ആയാലും നമുക്കിങ്ങനെ കണ്ട് മറന്നുപോയ പല ആളുകളുടെയും മുഖം ഓർമ്മ വരും റിയൽ ലൈഫിൽ. അപ്പം അങ്ങനെ ഒരു സിനിമ കണക്ട് ചെയ്യാൻ പറ്റിയൊരു ഫാമിലി. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഇത് ശരിക്കും ആ ലോക്ക്ഡൗൺ സമയമില്ല, ആ സമയത്താണ് ഞാൻ സ്ക്രിപ്റ്റ് കേട്ട ഉടനെ ഇപ്പം കിച്ചുവേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ വിനയ് ചേട്ടനെ വിളിക്കുക ചെയ്തേ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാലേ എന്നൊക്കെ, ആ നോർമലി എല്ലാം സെയിം കഥ പറയാൻ ഡയറക്ടർ വിളിക്കണു, കേൾക്കണു, ഇഷ്ടപ്പെടുന്നു, ചെയ്യാന്ന് പറയണു. വളരെ സിമ്പിളാണ്. ഈ വിനയായിട്ട് ഇതിനു മുമ്പ് ഇല്ല, ആദ്യ സിനിമയല്ലേ?
വിനയേട്ട ആദ്യത്തെ സിനിമയാണ്. അതെ അതെ വിനയെ സംബന്ധിച്ചിടത്തോളം പല സിനിമകളും അഭിനയിച്ച് പല രീതിക്ക് മികവ് തെളിയിച്ച ഒരു കലാകാരൻ തന്നെയാണ്, ഇല്ല എന്ന് അതെ. നമ്മൾ പറഞ്ഞു. വിനയായിട്ടുള്ള ആ സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പൊ വിനയ് വേറെ റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുക, ഓരോ കാലഘട്ടത്തിൽ അതെ. ഓരോരുത്തരും ഓരോ റേഞ്ചിലേക്ക് മാറുകയാണ്. അതെ അതെ വിനയ് ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം വിനയ് ചേട്ടൻ ഒരു പാറ്റേൺ ഉണ്ട്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ആക്ടിങ് ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ വന്ന സ്ക്രിപ്റ്റ് ഒക്കെ തന്ന് ഞാൻ ഡയലോഗൊക്കെ പഠിച്ച് താഴെ എത്തിയപ്പോൾ വിനയ് ചേട്ടൻ പറഞ്ഞു, അനു ഈ ഒരു കണ്ടന്റ് മതി, നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നമ്മൾക്ക് എന്താണോ വായിൽ വരുന്നത് അതേപോലെ കണ്ടന്റിൽ നിന്ന് വിട്ടു പോകാണ്ടുള്ള ഡയലോഗ്സ് പറയാം, എഴുതി വെച്ച് തന്നെ പറയണ്ട, ഭയങ്കര ഡ്രാമാറ്റിക് ആവില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ശീലമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ വിനയ് ചേട്ടൻ പ്രതീക്ഷിക്കാതെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയുക. അപ്പോൾ ഞാൻ കിടന്ന് തപ്പു, എനിക്ക് തിരിച്ചു പറയാൻ കിട്ടില്ല. അപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിനയ് ചേട്ടനും ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിത് പറ്റില്ല, എങ്ങനെയാ ചെയ്യാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ എല്ലാം നമ്മൾ സീൻ നേരത്തെ വന്നു, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ സീനും എടുത്തിരുന്നത്. ഡയറക്ടറും ഉണ്ടാവും കൂടെ, ക്യാമറാമാൻ എല്ലാവരും ഉണ്ടാവും. നമുക്കിങ്ങനെ മനീഷ് ചേട്ടനായിരുന്നു ക്യാമറ. അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത്, അപ്പം അവിടെ പോകാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ്, ഒരു പുതിയ കാര്യം പഠിക്കുകയും കൂടെ ചെയ്തൊരു ലൊക്കേഷനും ഒരു അനുഭവമായിരുന്നു വിനയ് ചേട്ടൻ്റെ കൂടെ ഉള്ളത്. ലൊക്കേഷൻ പൂർണ്ണമായിട്ടും ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്തായിരുന്നു അല്ലേ? ഇപ്പം കുറേ സിനിമകൾ റിലീസ് കഴിച്ചു അല്ലേ? കുറേ സിനിമകൾ, ചില സിനിമകൾ നമുക്ക് പരാജയം വരുമ്പോൾ മാനസികമായിട്ട് നമ്മളൊന്ന് തളർത്താറുണ്ടോ? അല്ല, നമ്മൾ ഒരിക്കലും ഒരു സിനിമ പരാജയമാവും എന്ന് വിചാരിച്ചിട്ടല്ല. ഒരിക്കലല്ല, സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതെ, അനുഭവം. നമ്മൾ എല്ലാ സിനിമയും നന്നായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു സിനിമയുടെ ഭാഗമാണത്. അപ്പൊ അത് അങ്ങനെ വന്നില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ അങ്ങനെ എന്താ പറയാ, ഒരു സിനിമ തിയേറ്ററിൽ കാണാതെ പിന്നെ OTT-ലും TV-ലും ഒക്കെ വന്ന് ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം തോന്നാറ്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴാണ് അത്ര ഒത്തിരി സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട് കിച്ചു. ഇപ്പൊ ഈ ഇടയ്ക്കിറങ്ങിയ സിനിമകളെല്ലാം അങ്ങനെ നമ്മൾ OTT-ലോ സോഷ്യൽ മീഡിയയിലോ വരുമ്പോൾ ഭയങ്കര ഹിറ്റ് ആവുകയാണ്. അത് കാണുമ്പോഴാണ് ഈ തിയേറ്ററിൽ നമ്മൾ പ്രേക്ഷകർ കാണാതെ പോകുമ്പോൾ ഒരു അതെ മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജും റിവ്യൂസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും വിഷമം തോന്നാറ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ജോജിന്റെ ഇരട്ടയൊക്കെ നമ്മൾ പേരെടുത്ത് പറയാവുന്ന സിനിമകളാണ്. അതൊക്കെ OTT-ൽ വന്നപ്പോൾ സിനിമയൊക്കെ വൈഡായി പോയി, ലോകത്തിലേക്ക് ഏറ്റെടുത്ത ഒരു സിനിമയും മാറി, ഗംഭീര അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അല്ലേ? അത് ഉണ്ടാവും. കാരണം പക്ഷേ ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആളുകൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ലൈനിലേക്ക് മാറി തിയേറ്ററുകൾ. ഇല്ലെങ്കിൽ അവർ പറയുന്ന വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ കണ്ടോളാമല്ലോ. കാരണം ഇത്രയും പൈസയുണ്ട്, ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഇത്രയും രൂപ പോകും, അതിൻ്റെയൊക്കെ എല്ലാം കണക്റ്റഡ് ആണ് സംഭവം. നമുക്കും സങ്കടം ഉണ്ടാവും. പിന്നെ അവർ വന്നിട്ട് നമ്മളെ പടം തന്നെ പറയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞങ്ങൾ കണ്ടപ്പോൾ വെറുതെ ഒരു ചിരിയിൽ നമ്മൾ താങ്ക് യു പറയും. പക്ഷെ അവര് പറയണേ ന്യായമാണ്, ഞങ്ങൾ ഇത്രയും രൂപ കൊടുത്തുമ്പോൾ നിങ്ങൾ എനിക്ക് എല്ലാ പടവും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കാൻ പറ്റില്ല. ഒരിക്കലും നടക്കില്ല, ഒരിക്കലും നടക്കില്ല. മാസുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ രീതിയിലേക്ക് പോകണം. ഇപ്പം മാസ് സിനിമകൾക്കാണ് ഒരു കാലഘട്ടം, പക്ഷെ എന്നാൽ ഫാമിലി സിനിമകൾ കാണുന്നുണ്ട് കേട്ടോ. ഫെസ്റ്റിവൽ സമയത്തൊക്കെ നമ്മുടെ സിനിമകൾ ഇറങ്ങുന്നത് നല്ലതാണ്. കാരണം എല്ലാവരും സിനിമ ആണ് ഇറങ്ങുന്ന സമയം, പ്രത്യേകിച്ച് ഫാമിലി ഓണത്തിനൊക്കെ. അപ്പൊ ഈ ഒരു സിനിമ അല്ല, അത്തരം ഫാമിലി സിനിമകളാണ് ഈ സിനിമയൊക്കെ. അതിലൊക്കെ ഫാമിലി സിനിമയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. ചെറിയ സിനിമ എന്ന് അനുസരിച്ചാറ് പറയുമ്പോൾ അത് ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ. ഫെസ്റ്റിവൽ സീസണിൽ ഫാമിലി സിനിമയാണ് വേണ്ടത് നമുക്ക്. അത്തരം സിനിമയിലൊക്കെയാണ് പോകുന്നത്. എന്തായാലും സൂപ്പർ സിനിമ ആകട്ടെ. നമുക്ക് എന്തായാലും പ്രേക്ഷകരിൽ നിന്നും ഇനി കാത്തിരുന്ന് കാണാമല്ലോ. മെറിൻ എന്തുണ്ട് വിശേഷമൊക്കെ? മെറിൻ എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് മെറിനെ അറിയാം. എനിക്ക് ഉറപ്പായിട്ടും അറിയാം. എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്ന് കൂടെ പറയണം. ഹാപ്പി സർദാർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ഇന്റർവ്യൂ എടുക്കാൻ പോയത് എനിക്കറിയാമല്ലോ. ഇന്റർവ്യൂ കൊടുത്ത ആളാണോ? അല്ല, എനിക്കറിയാലോ. നമ്മളതിന്റെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഹാപ്പി സർദാർ നമ്മളെ പൈസ മുടക്കിയ സിനിമയാണ്. അപ്പൊ മെറിൻ കണ്ടപ്പോ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞത് മെറിൻ എന്നെ മറന്നോന്നും കൂടെ അറിയാൻ. ഞാൻ വലിയ ആളായി. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഞങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തതാണ്. എങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നല്ലേ? മെറിനെ കുറെ ആയി കണ്ടിട്ട് നമ്മള് അല്ലേ? സിനിമകൾ ഇവിടെ നിന്ന് മാറിയൊന്ന് വേറെ സ്ഥലത്ത് പിടിച്ചിരുന്നു. മനസ്സിലായില്ല. വേറെ മേഖലയിലേക്ക് പോയെന്ന് ചോദിച്ചോ? ഇല്ല, സിനിമയിൽ തന്നെയായിരുന്നു. ഹാപ്പി സർദാർ റിലീസ് ചെയ്തതിന് ശേഷമായിരുന്നു കോവിഡ് വന്നത്. അങ്ങനെ ഒരു 2 വർഷം അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വാതിലും കൂടെ ചേർത്തൊരു 4 സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വർഷം തുടരെ റിലീസുകൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരണമല്ലോ. നമ്മള് ഇനി സിനിമകൾ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഇപ്പൊ ഹാപ്പി സർദാറിന് ശേഷം വാതിലാണ് റിലീസ് ചെയ്യുന്നത് അല്ലേ? വാതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഹാപ്പി സർദാർ മാറി വാതിൽ റിലീസ് ഇറങ്ങുന്നു. ചെറിയ സിനിമ എന്ന് എല്ലാവരും പറയുമ്പോൾ നമുക്കെല്ലാം വലിയ സിനിമയാണ്, നമുക്കൊന്നും ചെറുതല്ല, വലുത് തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ ക്യാരക്ടറും കാര്യങ്ങളും? ഇപ്പൊ ഞാൻ ചെയ്ത 2 സിനിമകളും അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് വാതിൽ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പം ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പം
എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള അവരുടെ കഥാപാത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോട്ടൽ മൂവി എന്ന രീതിക്കായിരിക്കാം. പക്ഷെ ഒരു ചാൻസ് എടുത്ത് ഓഡിയൻസ് കയറുകയാണെങ്കിൽ അവരൊരിക്കലും നിരാശപ്പെടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വിനയം കൂടിയിട്ട് പറയും ഇതൊരു ചെറിയ സിനിമ, പക്ഷെ അനുചേച്ചിയൊക്കെ അപാരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മുടെ കബീഷിന്റെ റോളാണെങ്കിലും ഈ ഇരിക്കുന്ന കുട്ടിയല്ല സിനിമയിൽ. കബീഷ് ഭയങ്കര ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വിനയന്റെ ക്യാരക്ടറും അനുചേച്ചിയുടെ ഒരു ക്യാരക്ടറും കബീഷിൻ്റെതും എനിക്ക് തോന്നുന്നു ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഞാൻ കാണുമ്പോൾ ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പറ്റുന്ന രീതിക്ക് ഭയങ്കര പെർഫോമൻസ് സാധ്യതയുള്ള ക്യാരക്ടേഴ്സാണ് ഇവരുടെ 3 പേരുടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ക്യാരക്ടറും ഈ പറയുന്ന ഇവരുടെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയത് എൻ്റെ വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് എനിക്ക് ചാൻസ് വരുന്നത്. കാരണം ഇവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റിലീസ് കഴിഞ്ഞ് ഷൂട്ടൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരു ക്യാരക്ടർ റീപ്ലേസ്മെന്റ് വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കയറുന്നത്. പക്ഷെ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു എൻ്റെ കമല എന്ന് പറയുന്ന കഥാപാത്രം എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ഈ 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഭയങ്കര എക്സ്പെക്ടേഷനോട് നോക്കി കാണുന്ന ഒരു സിനിമയാണ്. നാടൻ കുട്ടിയായിട്ടാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊക്കെ തന്നെയാണ്. അങ്ങനല്ല, ക്യാരക്ടർ ഞാനല്ല, എല്ലാം കൂട്ടാ. അല്ല, ഞാൻ തന്നെ ആയിരിക്കും അല്ല ക്യാരക്ടർ ഞാനല്ല, പക്ഷെ Look-wise. ലുക്ക് വൈസ് എൻ്റെ എന്താ പറയാ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ഒക്കെ മെറൻ തന്നെയാണ്. പക്ഷെ ക്യാരക്ടർ അതല്ല കേട്ടോ. ഈശ്വര, ക്യാരക്ടറിന് നമ്മൾ വേറെ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് സിനിമ കൊണ്ട് തീരുമാനിച്ചാൽ മതി. എനിക്കുള്ള പണി ഞാൻ തന്നെ വഹിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ചിരിച്ചിട്ട് കാര്യമില്ലോ. ഞാനൊന്നും രാവിലെ ഒരു ഇന്റർവ്യൂവിൽ എന്നെ വാരി വറുത്തിട്ടിരിക്കും. നമ്മളൊന്നും ചോദിച്ചു വാങ്ങുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുവാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ലുക്ക് വൈസ് ഇത് തന്നെ നമ്മൾ എന്താണെന്നുള്ള സിനിമ കൊണ്ട് തീരുമാനിച്ചാൽ മതി, അല്ലേ? എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായല്ലോ. അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചത്. മറ്റൊരാളിൽ വെച്ചിരുന്ന കഥാപാത്രം നമ്മളിലേക്ക് തേടിയെത്തിയില്ലേ, അതാണ് എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞത്, അല്ലേ? അല്ലേ കിച്ചു? കിച്ചു എന്താണ് ഈ താടി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം വിനയ പോയിട്ട് മീശയ്ക്ക് ലുക്ക് കൊടുത്തോലെ താടി പിടിച്ച ലുക്ക് ഉണ്ടാക്കാൻ നോക്കണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, അത് അടുത്ത പടത്തിന് വേണ്ടി ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അടുത്തൊരു പ്രൊമോഷന് വേണ്ടിട്ട് ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, അത് വർക്കൗട്ടോ. കിച്ചു ഇവിടെ അല്ല, വേറെ എവിടെയാണ് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു സാധനത്തിൽ കയറി. നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ സിനിമ ഉണ്ടോ? നമ്മുടെ സിനിമ ഒന്നും പോയിട്ടില്ലല്ലോ. മലയാളത്തിലുണ്ടല്ലോ, മലയാളത്തിൽ നല്ല സിനിമകളുണ്ട്, കുറെ സിനിമകൾ പോയിട്ടുണ്ട്. അതിന്റെ ഒരു ചിന്ത പെട്ടെന്ന് പോയി. കുറെ സിനിമ കണ്ടുപിടിച്ചത് കുറെ സിനിമകൾ. കിച്ചു ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറുന്നത് കിച്ചു ഇവിടെ അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ. ഇന്നും ഇന്നലെയും എല്ലാ ആൾക്കാരെ കണ്ടു തുടങ്ങുന്നല്ലേ. ഞാനും കിച്ചു ഇരിക്കുമ്പോ ഇങ്ങനെ അല്ലല്ലോ സാധാരണ, അല്ലേ? നമ്മൾ എന്തോരം സംസാരിച്ചു. ഞാനൊന്ന് സംസാരിച്ചു തുടങ്ങട്ടെ. ഒരു റൂട്ടിലേക്കൊന്നും ഞങ്ങൾ എത്തട്ടെ, അങ്ങ് എത്തട്ടെ, അല്ലേ? പറയുക. അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. ഈ താടി ഒരു പുതിയൊരു സംഭവത്തിന് വേണ്ടി താടിയും മുടി വളർത്തേക്കാണ്. ഏതാണ് സിനിമ ഷൂട്ട് നടക്കാണോ? തുടങ്ങണുള്ളൂ, സെപ്റ്റംബർ ലാസ്റ്റ്. ഇതിന്റെ ഡയറക്ഷനിലേക്ക് അടുത്ത സിനിമ എന്താണ്? അതിന്റെ പണിയിലേക്ക് ഇല്ല, ഞാൻ തീരുമാനം ഒന്നും ആയിട്ടില്ല. ചിലപ്പോ ഈ വർഷം കഥ എഴുതാൻ സാധ്യതയുണ്ട്, ഡയറക്ഷൻ ഇല്ല. കഥ എഴുത്ത് തുടങ്ങിയല്ലോ, ഒരു പ്ലോട്ട് കിട്ടി, അത് സംസാരിച്ചു, അതിനെ ഒന്ന് നോക്കണം. അല്ല, ഈ ഇടയ്ക്ക് കുറെ സിനിമകൾ അഭിനയിച്ചു വെച്ചു. ഈ പറഞ്ഞതുപോലെ നമ്മൾ മഞ്ജു വാര്യരുടെ സിനിമ ആണെങ്കിലും നമ്മൾ ആ സിനിമകളൊക്കെ നമ്മൾ പത്രസമ്മേളനം ഉൾപ്പെടെ അറ്റൻഡ് ചെയ്തതാണ്. ആ സിനിമയൊക്കെ വലിയ വിജയം കാണാതെ പോയി. വലിയ രീതിയിൽ സങ്കടം വരുന്ന ഒരു സിനിമകളായിരുന്നു. നമുക്ക് പേഴ്സണലി സിനിമകൾ പരാജയപ്പെടുമ്പോൾ ദുഃഖം വരുന്ന ആളാണ്. അത്തരം സിനിമകളൊക്കെ ചെയ്ത് പരാജയപ്പെടുന്നത് കാണുമ്പോൾ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രമാണ് ചെയ്തു വെച്ചത്. മഞ്ജു ചേച്ചിയുടെ ഒക്കെ നല്ലൊരു കഥാപാത്രം ചെയ്തത്. അതൊരു വലിയ രീതിയിൽ തിയേറ്ററിൽ ഓടാതെ പോയ ഒരു സിനിമയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഒക്കെ ഒരു കാരണം പിന്നീട് റീതിങ്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, കാരണം ഓരോ സിനിമ ഇപ്പോൾ പരാജയപ്പെടുമ്പോൾ നമുക്ക് ഓരോ കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ തോന്നും. ഇത് കുറച്ചും കൂടി അത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ചെയ്തിരുന്നെങ്കിൽ, അത് നമുക്ക് തോന്നും. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും. അത് പക്ഷെ അതായിരിക്കില്ല അടുത്ത സിനിമയുടെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ഇതിന്റെ ഉത്തരങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൂത്രമൊക്കെ നമുക്ക് അറിയാനും വയ്യ. ഇതിനൊന്നും ഒരു ഉത്തരവില്ല. സ്റ്റിൽ മൂവ് ഓൺ, പോവാ. യാത്ര തുടരുക. എന്ത് സംഭവിച്ചാലും യാത്ര തുടരുക. ആരും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യാത്ര തുടരുക. കാരണം യാത്ര തുടരുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമോ.
അതിനാരും ഉണ്ടാവും. അവിടെ തടസ്സങ്ങൾ വരാറുണ്ടല്ലോ കിച്ചുവിന്. അപ്പൊ നമ്മൾ വഴി മാറ്റി പോവാ. പല മേഖലയിൽ നിന്നും തടസ്സങ്ങൾ കിച്ചുവിന്റെ നേർക്ക് തടസ്സങ്ങൾ നിൽക്കാറുണ്ടല്ലോ കിച്ചു. എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ഞാൻ എൻ്റെ അറിവിലും എന്റെ ഒരു വെച്ച്. പ്രഥമ ദൃഷ്ടി ഇല്ല കേട്ടോ. ഉം. അങ്ങനെ ഒരു മാറ്റി നിർത്തുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കേട്ടോ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ വല്ല പറയണമെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടാ. കാരണം നമുക്കറിയില്ലല്ലോ, നിങ്ങളൊക്കെ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ നമ്മുടെ റൂട്ട് ശരിയാണോ? പിന്നെ ഓരോരുത്തർക്കും ഓരോ റൂട്ടാണ്, അതും വേറെ കാര്യം. ഇതിന് സക്സസ് ഇല്ലല്ലോ ഒരിക്കലും ഇല്ല. നിവിൻ പോളി ഗോബൂസിലിരുന്ന് കാപ്പി കുടിച്ച അതേ ബെഞ്ചിൽ നിന്നാണ് ഞാനും ഷർഫും സിജു അൽഫോൻസും ഒക്കെ കാപ്പി കുടിച്ചത്. അതെ. വ്യത്യാസമുണ്ട്. കാപ്പി സെയിം ആയിരുന്നു, സ്ഥലവും സെയിം ആയിരുന്നു, യാത്ര പക്ഷെ സെയിം അല്ല. അത്രേ ഉള്ളൂ. നമ്മൾ പോകുന്ന യാത്ര എൻജോയ് ചെയ്തത് മതി, വേറെ ഒരു പ്രശ്നമില്ല. ആ യാത്രയിൽ പിന്നെ കൂടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ യാത്രയിൽ നമുക്ക് അല്ല, കൂടി ഞങ്ങൾ പോകാൻ കഴിയാത്തത് ഗ്രൂപ്പിന്റെ എന്തുകൊണ്ടാണ്? സംഭവം എല്ലാം ഇൻഡിവിജ്വൽ ആയില്ലേ ഞങ്ങൾ എല്ലാവരും. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ കൊച്ചാളെന്ന് പറഞ്ഞ സിനിമ ചെയ്തു, സിജു നായകനായിട്ട് വിനയൻ സാറിന്റെ പടം ചെയ്തു, ഷർഫ് നായകനായിട്ട് ചെയ്യുന്നു, നീമ്പോളി ഓർഡറായിട്ട്, അതങ്ങനെ പോവല്ലേ സംഭവം. ഞാൻ പണ്ട് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ ഒരു സാധനം പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കസ് കളിക്കുമ്പോൾ ട്രിപ്പീസ് കളിക്കുന്ന വലയാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഉറപ്പാണ് ഞാൻ വീഴുമ്പോൾ അവര് വരുന്നു. ഞാൻ വീഴാത്തോണ്ടായിരിക്കും വരാത്തത്. സൂപ്പർ. അതിനപ്പുറത്തേക്ക് മറുപടി ഓ, അല്ല, അങ്ങനെ ആകണം. ആ ഒരു വിശ്വാസം കിച്ചുവിനുണ്ടെങ്കിൽ ആ കിച്ചുവിന്റെ ഏറ്റവും വലിയ വിജയമാണ്. പൂർണ്ണമായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ആ മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു ചോദ്യത്തിൽ തന്നെ കിച്ചുവിന് കാര്യങ്ങൾ മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ ആ മറുപടി ഞാൻ വേറൊന്നും എനിക്ക് ഞാൻ കാണുന്നത് കിച്ചു അങ്ങനെയാണ്. പിന്നെ അല്ല, ഞാൻ നമ്മൾ എന്തോരം കാണുന്നു നമ്മളറിയാലോ. പിന്നെ നിങ്ങൾ ഓരോ സിനിമകളും നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അടുത്തറിയാം ഉണ്ടാവുന്ന സംഭവമാണ്. അല്ല, അവിടെയൊക്കെയാണ് നമ്മുടെ ഈ കിച്ചു എവിടെയാണ് എന്നൊരു ചോദ്യം നമുക്ക് വേണ്ടി വരുന്നത്. ഈ പറഞ്ഞ പോലെ ഒരേ സ്ഥലത്തിരുന്ന് ഒരേ ബെഞ്ചിരുന്ന് ചായ കുടിച്ചു, ചായ കുടിച്ചതെല്ലാം ഒന്ന് തന്നെ, ബെഞ്ചും ഒന്ന് തന്നെ. പക്ഷെ യാത്ര പോകുമ്പോൾ അത് കസേരയിലേക്ക് ആകുന്നു, AC റൂമിലേക്ക് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഹിറ്റ് ഫ്ലോപ്പ് സംഭവം അത് തലയിൽ വെച്ചാൽ ഇരിക്കലുണ്ടാവുള്ളൂ. ഒരിക്കലും നടക്കില്ല. ഒരു സ്റ്റെപ്പ് നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ വിഷമമില്ല എന്ന് പറയുന്നത് വിഷമം ഉണ്ടാവും, എല്ലാവർക്കും വിഷമം ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ആ വിഷമത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നത്. പണ്ട് ഒരു 5 കൊല്ലം മുമ്പ് ഒരു മാസം വിഷമിച്ചിരിക്കണം ഞാൻ, ചിലപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് മറക്കാൻ പറ്റുമായിരിക്കും. അതെന്റെ ഈ 5 വർഷത്തെ നടത്തോ മുന്നിലേക്ക്, പിന്നിലേക്കല്ല, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒന്നും കിട്ടില്ലല്ലോ. പക്ഷേ അത് അതുമില്ല, അത് ഇങ്ങനെ ഇരിക്കും. അതിട്ടിട്ട് പോക്കലിട്ടിട്ട് നടക്കുക, എവിടെയെങ്കിലും എത്തും. പക്ഷെ എത്തുന്ന സ്ഥലം നമുക്ക് ഓർമ്മ വേണം കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തുള്ളൂ. അപ്പോഴും നമുക്ക് സങ്കടം വരും. ലൈഫിലെ ഏറ്റവും പ്രശ്നം റിഗ്രറ്റ്സ്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഈ നിമിഷം വരെ. കിച്ചു ഒരു വിജയത്തിലേക്ക് തന്നെ പോകുന്ന നടന്നു തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് കിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷകരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സിനിമ മേഖലയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്നേ മാറിയാനേ അല്ലേ? അല്ല, ഞാൻ വളരെ ഇക്കവറും ശരിയാണ്. ഞാൻ ഇപ്പൊ 10 വർഷമായി 20 സിനിമ ചെയ്തിട്ടുള്ളൂ ഞാൻ. എന്നിട്ടും നിൽക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും വിളിക്കുന്നു, വീണ്ടും നായകനായിട്ട് വിളിക്കുന്നു. അതൊക്കെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? സങ്കടങ്ങൾ ഇപ്പൊ മോൻ തട്ടി വീണപ്പോ സങ്കടം വന്നു. മിടുക്കൻ. അതാണ് സങ്കടം. അങ്ങനത്തെ ചെറിയ സങ്കടങ്ങൾ. സിനിമയുമായി ബന്ധപ്പെട്ട സങ്കടങ്ങളൊന്നും ഉണ്ടാകാം. സിനിമയ്ക്ക് സങ്കടമില്ല സന്തോഷമില്ല എന്നുള്ള വലിയ ആൾക്കാർ പറയണത്. രണ്ടുമില്ല എന്നാണ് വലിയ ആൾക്കാർ പറയണത്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ല. അവർ അത്രയും ഉള്ള എക്സ്പീരിയൻസ് വെച്ച് സങ്കടവും സന്തോഷവും ഉണ്ടാവും. കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മാജിക് ആണെന്ന് വിശ്വസിക്കണം. അടുത്തത് ഇക്കാക്ക് എന്ത് സംഭവിക്കുന്നു, എനിക്ക് എന്ത് സംഭവിക്കുന്നു അറിയാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ ജോലി, സിനിമ. അത് ഇതിനേക്കാളും വലിയ മാജിക്കാ. ഈ 2 മാജിക്കിന്റെ ഇടയിലാണ് നമ്മൾ. തന്ന കഥാപാത്രം പിന്നീട് മാറ്റിയിട്ടുണ്ട്. തന്ന കഥാപാത്രം മാറ്റിയിട്ടില്ല. ഇല്ല. ഇങ്ങനെ ഒരു പകരക്കാരൻ വന്നിട്ടില്ല എനിക്ക്. ഇല്ല. അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും കിച്ചുവെ പോലെ ഇനിയും യാത്ര തുടരുക. പറഞ്ഞ പുറയിലേക്ക് തിരിഞ്ഞു നോക്കാതെ പുറയിൽ പോയ സാധനം പോക്കറ്റിൽ ഇട്ട് മുന്നോട്ട് ഓടുവാണ് വേണ്ടത്, നടക്കുകയാണ്. ഓടണം. ആ ഓടി നമുക്ക് പിടിച്ചെടുക്കാം. അതിന് പ്രേക്ഷകരുണ്ട്. 10 വർഷം കൊണ്ട് 20 സിനിമ എന്നുള്ളതല്ല, 10 വർഷമായിട്ടും നമ്മൾ ഉണ്ടെന്ന് എന്നുള്ളതാണ്, ഫീൽഡിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അനു കേട്ടില്ലേ? അതാണ് കൃത്യം മറുപടി അല്ലേ?
നമ്മളെല്ലാവരും അങ്ങനെ തിങ്ക് ചെയ്താൽ നമ്മളെല്ലാം വിജയത്തിലാണ്. അതെ അതെ അല്ല, തീർച്ചയായും. നമ്മളൊരു സ്ഥലത്തും പരാജയപ്പെടുന്നില്ലല്ലോ. ശരിയാണ്. അനുവാണെങ്കിൽ എത്ര സിനിമയായി, എത്ര കാലഘട്ടത്തിലൂടെയാണ് ഈ സിനിമ, എത്ര പേരോടൊപ്പം അഭിനയിച്ചു അല്ലെ, അതെ അതെ എത്ര തലമുറയോടുകൂടി അഭിനയിച്ചു വേണ്ടി നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. പിന്നെ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും കിട്ടില്ലല്ലോ. വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമല്ലേ സിനിമ എന്ന് പറയണത്. അപ്പോൾ അതിലൊരു ഭാഗമായി ഞാനും ഈ പറഞ്ഞ പോലെ 10 വർഷം ആയി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം അത് സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചും. ആ ഒരു യാത്രയിൽ ഒരു രീതിക്കും തട്ടുകേട് പറ്റാതെ മുന്നോട്ട് പോകുന്നുണ്ട് അനുവൊക്കെ. പല വിമർശനങ്ങളുണ്ടാകാം, പല രീതിക്കുള്ള കമന്റുകളുണ്ടാകും, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അനു മുന്നോട്ട് പോകുന്നുണ്ട്. അതെ ആ മുന്നോട്ട് പോകുന്ന യാത്ര ചെറുതോ വലുതോ ഒന്നും വ്യത്യാസമില്ലാത്ത സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. അതുണ്ട്. അല്ല, നമ്മളൊരു നായികയായിട്ട് വന്നപ്പോൾ എനിക്ക് ഈ സിനിമ പറ്റില്ല എന്ന് മാറി നിൽക്കുന്നില്ലല്ലോ. ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് കഥ കേട്ടിട്ട് എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒരു നല്ല സിനിമയായിട്ട് വരുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ സിനിമകൾ ചെയ്യാറുണ്ട്. നമ്മളൊരു സിനിമ കേട്ട് കഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ പ്രതികരണം എന്താ? നമ്മൾ വിഷ്ണുവായിട്ട് സംസാരിക്കും, ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുമല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയാണ്, ചേട്ടനടുത്ത് സംസാരിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ടായിരിക്കും ഒരു സിനിമയിലേക്ക് ഇറങ്ങുമോ? ഇല്ല, ഞാൻ മിക്കപ്പോഴും കഥ കേൾക്കും. ഫ്ലാറ്റിലൊക്കെ വന്നിട്ടായിരിക്കുമല്ലോ കഥ പറയുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എവിടെ പോകുമ്പോഴും വിഷ്ണുവേട്ടൻ എൻ്റെ ഉണ്ടോ? കൂടെ ഉണ്ടാവും. ഉണ്ടല്ലോ. പോയി കേൾക്കുകയാണെങ്കിലും വിഷ്ണുവേട്ടൻ കൂടെ ഉണ്ട് കഥ കേൾക്കുമ്പോഴൊക്കെ. അപ്പൊ നമ്മൾ മിക്കപ്പോഴും ഒരുമിച്ചിട്ട് ഇരുന്നിട്ടാണ് കഥ കേൾക്കണേ. പിന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഫൈനലി എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇത് ശരിയാവോ, നന്നാവോ, ഞാൻ ചെയ്താൽ നന്നാവോ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ സംസാരിച്ചിട്ട് തന്നെയാണ് അവസാന തീരുമാനം എടുക്കാറ്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഇഷ്ടമാണ്, അതിൽ നിനക്ക് ഇഷ്ടമാണ്, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ ചെയ്തോ എന്നാണ് വിഷ്ണുവേട്ടൻ പറയാറ്. വിഷ്ണു വരാറ് വിഷ്ണു വേണ്ട എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചിട്ട് ആ സിനിമ വിജയിക്കുകയാണോ പരാജയപ്പെടുകയാണോ ചെയ്തിരിക്കുന്നത്? ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, വേണ്ട, സത്യമായിട്ടും പറഞ്ഞിട്ടില്ല. ഇതുവരെ അങ്ങനെ ഇതുവരെ. പറഞ്ഞു. ഇനി പറയൂല എന്ന് എനിക്കറിയാം. അത് അതിന്റെ തെളിവാണല്ലോ. വിഷ്ണു എന്നൊരു ഭർത്താവിനെ കിട്ടിയതാണ് അനിസുത്തയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ അതെ അതെ, വിഷ്ണുവിന്റെ ഇവിടെ ഉണ്ട് കേട്ടോണ്ടിരിക്കും. അല്ല, ഞാൻ എന്റെ ഇന്ന് അതിന്റെ അഹങ്കാരം ഞാൻ കണ്ടുവരും. അല്ല കിച്ചു, നമ്മൾ കാണുന്നോണ്ടാ പറയുന്നത്. നമ്മൾ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ. തീർച്ചയായിട്ടും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. നമുക്ക് കിട്ടിയ കഥാപാത്രം നമ്മൾ ചെയ്യാതെ പോയിട്ട്, നമുക്ക് കഥ ഇഷ്ടപ്പെടാതെ ചെയ്യാതെ മാറിപ്പോയിട്ട് പിന്നീട് ആ സിനിമ ഒരു വിജയത്തിലേക്ക് പോവുകയോ മറ്റോ ചെയ്തപ്പോൾ നമുക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഇല്ല. ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ കേട്ടൊരു കഥ വേറെ ആള് ഫൈനലി മാറിയിട്ടൊക്കെ ഉണ്ട്. അത് ഫസ്റ്റ് ടൈമിലായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്കെന്നും ഈ സിനിമയിൽ ഒരു കടപ്പാടുണ്ടെങ്കിൽ ആരുടെ അടുത്തായിരിക്കും? കടപ്പാട് എല്ലാവരോടും ഉണ്ട്. കൂടെ അഭിനയിച്ചവരോടുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്ത സിനിമയിൽ നമ്മളെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമല്ലോ. മേക്കപ്പ് ആർട്ടിസ്റ്റ്, നമ്മളെ കോസ്റ്റ്യൂം ഡിസൈനർ, നമ്മുടെ ഡയറക്ടർ, അസോസിയേറ്റ്, ഇവരെല്ലാവരും ഒരുമിച്ചൊരു വർക്ക് ചെയ്യുമ്പോഴാണ് അതിലൊരു ആർട്ടിസ്റ്റും സിനിമയും ഒക്കെ നന്നാവണം. അപ്പം കടപ്പാട് ഒരിക്കലും ഒറ്റൊരാളിൽ ഒതുക്കാൻ പറ്റില്ല. ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിലെല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അത് ഒരു സിനിമ പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും കടപ്പാട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ആർട്ടിസ്റ്റിന് പ്രത്യേകിച്ച്, കാരണം നമ്മളവിടെ സെറ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാ കംഫർട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണല്ലോ നമ്മളെ കൊണ്ട് നിർത്തുന്നത്. കാരണം നമ്മൾ ചെയ്യണത് നന്നാവണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. നമുക്ക് വെള്ളം കൊണ്ടുതരാനും അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനം നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരുത്തി നന്നാക്കി ചെയ്യിപ്പിക്കുന്ന ഡയറക്ടേഴ്സ് ആയാലും, നമ്മളെ ഭംഗിയിൽ കാണിക്കണ അത് പകർത്തിയെടുക്കുന്ന ക്യാമറാമാൻ ആയാലും, അങ്ങനെ എല്ലാവർക്കും കടപ്പാടുണ്ട്. ഈ നമ്മൾ ചെയ്തിരിക്കുന്ന സിനിമകൾ പലതും വ്യത്യസ്തമാണല്ലോ. കഴിഞ്ഞ വർഷം കുറെ കൂടുതൽ സിനിമ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഈ വർഷം ഈ വർഷം അടുപ്പിച്ചായിരുന്നു വരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. കൂടുതലുണ്ട്. ഇടയ്ക്ക് ഒന്ന് സിനിമയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സിനിമകൾ കുറഞ്ഞ കാലഘട്ടവും ഉണ്ടായിരുന്നു. ആ കാലഘട്ടം നമ്മൾ സ്വയം മാറി നിന്നതാണോ അതോ? 1-2 വർഷം കൊറോണയായിരുന്നു. 3-ാമത്തെ വർഷം സിനിമ വന്നു. അത് ഷൂട്ട് ചെയ്യാനുള്ള സമയം വേണമല്ലോ. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തത് ഈ വർഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാല് ആ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടില്ല. കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവും. കാരണം അതിന് മുമ്പ് വെച്ചപ്പോൾ 5-6 സിനിമകൾ ഒരു വർഷം ഉണ്ടാവും റിലീസ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോ കൊറോണ കഴിഞ്ഞ് ഷൂട്ട് നടക്കണം, ഡബിങ് നടക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഒരു സിനിമ റിലീസ്. പ്രേക്ഷകർക്ക് അനുവിന്റെ സിനിമ കാണുന്നില്ല എന്നൊരു ഗ്യാപ്പ് ഇതാണ് വരുന്നത്. കോവിഡിന്റെ സമയത്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ലോക്ക്ഡൌൺ സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് വാതിൽ. അപ്പം അത് കഴിഞ്ഞ് സിനിമകൾ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൃത്യമായിരിക്കും. നമുക്ക് സിനിമ വരാത്തോണ്ടാണ് അനുവിന്റെ സിനിമ കാണുന്നില്ലല്ലോ. ആവും ചില സിനിമകള്, അപ്പം ഗ്യാപ്പ് തോന്നും. അത് ശരിയാണ്. ഉദ്ഘാടനങ്ങളാണ് കൂടുതലല്ല, പാകത്തിന്. അത്യാവശ്യം ഈ ഓണമൊക്കെ വരുമ്പോ എന്നെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കണേന്ന് വേണമെങ്കിൽ പറയാം. അവര് പറയും ഓണല്ലേ, ഒരു
സാധാരണ പറയുന്ന മലയാളി മുഖം വേണം എന്ന് പറയുമ്പോൾ എന്നെ വിളിക്കും. അപ്പൊ ഈ ഓണം ബേസ് ഇതൊക്കെ വരുമ്പോൾ ഫെസ്റ്റിവൽ ടൈം ഒക്കെ ആകുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഉദ്ഘാടനത്തിന്. കേട്ടല്ലോ അല്ലേ? കേട്ടല്ലോ. എന്ത് അതാണ് ആ ഗ്രാമീണമുള്ള ഒരു സുന്ദരിയായ ഞാൻ അനുചിത്തര. തന്നെ അങ്ങ് അല്ല പറഞ്ഞതല്ല. അതാണ് പൊതുവെ ഞാൻ എന്നെ പറയാം, പറയാറുണ്ടല്ലോ. അത്തരം ഒരു ആളുകൾ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടതും. അത് ഏത് ഭാവത്തിൽ അഭിനയിക്കാനും കഴിവുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ എല്ലാ സിനിമയ്ക്കും അല്ല. ആ വേഷം മാത്രമല്ല നമ്മൾ എനിക്ക് ചെയ്യണം. അതെ, അതെ. നമുക്ക് ആ വേറെ കഥാപാത്രം ചെയ്യാനും നമുക്ക് കഴിയുന്നു എന്നാണ് ആ ഇപ്പൊ പറഞ്ഞതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ കൂടുതലും ഓണ സമയത്തൊക്കെയാണ് ഉദ്ഘാടനത്തിൽ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ തവണയാണെങ്കിലും കുറെ ഉദ്ഘാടനത്തിൽ ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ് വീഡിയോസ് നോക്കിയാൽ കാണാം. ഈ വീഡിയോസ് ഓണം സമയത്ത് എനിക്ക് എപ്പോഴും എല്ലാ വർഷവും പ്രോഗ്രാംസ് കൂടുതലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാൻ ചെയ്യാറുമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആ ഉണ്ട്. അത് വേണം, അങ്ങനെ വേണമല്ലോ. നമ്മള് എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കണമല്ലോ. ആ അതെ അതെ അതെ. അതൊന്നല്ലെങ്കിൽ ഒന്ന്. അതെ അതെ. വെറുതെ വീട്ടിലിരിക്കുന്ന അല്ലല്ലോ, ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എപ്പോഴും ബിസി ആവുന്ന നല്ലത്. അതിൽ സംശയമൊന്നുമില്ല. ഈ ഓണം എവിടെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഈ ഓണം ഞാൻ ചെന്നൈയിലായിരിക്കും. ചെന്നൈയിലേക്ക് പോയി ഓണത്തിന്? അത് അപ്പൊ എനിക്കൊരു US യാത്രയുണ്ട്. അപ്പൊ അതിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ചെന്നൈയിലേക്ക് പോണം. വിസ അടിക്കാൻ വേണ്ടി പോവാണ്. ആറ് നിൽക്കാൻ പറയാതിരുന്ന ഭാഗ്യം അല്ലേ? അല്ലേ ചോദിച്ചു? പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാം കഴിഞ്ഞാലേ അറിയുള്ളൂ. അവർക്ക് അനുസരിത്താറൊന്നും അങ്ങനൊന്നും ഇല്ലല്ലോ. അവിടെ പോകുമ്പോ അങ്ങനെ നോക്കാറില്ലല്ലോ. ഒന്നും നോക്കില്ല. കിച്ചു പോയിട്ടുള്ളല്ലേ? ഞാൻ പോയിട്ടില്ല. ഇല്ല അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് പോണേ. അല്ലേ? നല്ല കടമ്പയാണ് വിസ അടയ്ക്കല്. അതെ അവിടെ അതെ. അവിടെ പോയി അവിടെ പോയിക്കുമ്പോഴാണ് അറിയാവുന്ന അനുഭവങ്ങളുണ്ട്. ചെന്നൈയിലല്ലേ? ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെയാണ്. ചെന്നൈയല്ല, ഞാനൊന്ന് കൊടുത്തതാ. ഡൽഹി. എന്നെ മാറ്റി 2 പ്രാവശ്യം മാറ്റി ആണോ? നിർത്തിയ. അപ്പൊ നമുക്കത് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ പോയി കുറെ പോകുന്നോണ്ട് ചിലപ്പം അത് അങ്ങനെ ഗോൾഡൻ വിസ കിട്ടിയല്ലേ? അപ്പൊ കുറച്ചും കൂടെ എളുപ്പമാണ്. എളുപ്പമാണ്. ഗോൾഡൻ വിസ കുറച്ചും കൂടെ എളുപ്പമാണ് US യാത്രയിൽ. ഇനി പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? നെക്സ്റ്റ് ഇനി ഷൂട്ട് ചെയ്യാനുള്ള സിനിമ തമിഴാണ്. തമിഴ് നവംബറിലാണ്. ഞാൻ US കഴിഞ്ഞ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. തമിഴിലേക്കാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞാൻ എപ്പോഴും ഒരു സിനിമയുടെ ഷൂട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ ഷൂട്ട് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. എനിക്കൊരു അത് പണ്ട് മുതലുള്ള ശീലമാണ്. അപ്പൊ തമിഴ് സിനിമയിലേക്കാണ് പോകുന്നത്. തമിഴാണ് ഇനിയിപ്പം നെക്സ്റ്റ് ഷൂട്ട് ഉള്ളത്. നായകനാരാ? അതൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം പതിയെ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവര് ചെയ്തിട്ടേ ഉള്ളൂ. കമ്പനി ഏതാ നിർമ്മാണം? ഒന്നും പറയില്ല. എല്ലാം ഒന്ന് ഫിക്സ് ആവട്ടെ. ഫിക്സ് ആണ്, പക്ഷെ എനിക്കതൊരു ഷൂട്ട് തുടങ്ങിയാലേ ഞാനും അത് ഉറപ്പിക്കുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചേട്ടാ. കഥയൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് ഇരിക്കണം. കഥയൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട ഒരു കുറച്ചുകൂടി ഒരു ആർട്ട് ഫോം ആണ് സിനിമ. പക്ഷെ നല്ല സിനിമയായിരിക്കും. നല്ല സിനിമയായിരിക്കും. സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ആയിരിക്കും. അല്ല, സൂപ്പർ സ്റ്റാർ അല്ല. പക്ഷെ എന്താ സൂപ്പർ സ്റ്റാർ ഞാൻ ഉദ്ദേശിക്കുന്നത് രജനീകാന്ത്. സൂപ്പർ സ്റ്റാറുകളാണല്ലോ. വിജയ് ആക്ടർ കൂടെയാണ്. വിജയ് ഉണ്ട്, സൂര്യ ഉണ്ട്. ചേട്ടാ വേണ്ട, നടക്കൂല. നടക്കൂല. എനിക്ക് ട്രോളായല്ലോ കിച്ചുവേ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പോകുന്ന യാത്ര ഒന്ന് പറയൂ. ഈ സിനിമയ്ക്കാന്ന് എന്നോട് ഇത് പറഞ്ഞു. സിനിമയ്ക്കല്ല ഞാൻ പോണേ. ചെന്നൈയില് ഷൂട്ടിന് പോകുന്നു. അല്ല, അവിടെ US വന്ന് ചെന്നൈയില് തമിഴ് സിനിമയ്ക്ക് പോകണം കഥയൊന്നും പറഞ്ഞിട്ടില്ലേ? ആരോട് ഇപ്പൊ ഇന്റർവ്യൂവിന് ഇപ്പൊ വന്നിട്ടാണ്. നിങ്ങളാ ഫസ്റ്റ് അറിയണത്. അതെയോ? ഉണ്ടാവും. അതല്ലേ? ഇവിടെ പ്രൊമോഷൻ വന്നിട്ടാ പറഞ്ഞത്. അടുത്ത ഏതാന്ന് ചോദിക്കുമ്പോ മാത്രമേ ഇത് ഞാൻ അപ്പൊ പറഞ്ഞു. തീർച്ചയായിട്ടും അടുത്ത സിനിമ തമിഴാണ്. തമിഴ് സിനിമയാണ്. അത് സൂപ്പർ സിനിമയാണ് വരാൻ പോകുന്നത്. അതിന്റെ പൂർണ്ണ വിവരം പിന്നീട് പുറത്തുവിടും. അത് എന്തായാലും ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ആ 2-ാം ദിവസം എന്നെ വിളിച്ച് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും കൂടെ ഒരു ഉറപ്പ് തരാൻ മേലെ. അപ്പോഴത്തേക്കും ചേട്ടനെ അറിഞ്ഞോളും പോരെ. അപ്പൊ അതിന് മുമ്പ് അറിയും. അപ്പൊ അതിന് മുമ്പ് ഒന്ന് അറിയാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായാൽ മതി. ഞാൻ വിഷ്ണുവിനെ വിളിച്ച് ചോദിച്ചോളാം. ആയിക്കോട്ടെ. ഇന്നല്ല, ഇനി US പോയി കഴിഞ്ഞിട്ട് വരുമ്പോഴല്ല ഷൂട്ട്. Correct. വന്ന് നേരെ ഇറങ്ങുന്നത് ചെന്നൈയിലാണല്ലോ. ആ ഷൂട്ടിന് വേണ്ടി നാട്ടിൽ വന്നിട്ടാണ് പോകുന്നത്. ഇവിടെയായിരിക്കും, കൊച്ചിയിലായിരിക്കും. ഏത് ഈ വർഷം തന്നെ ഏത് മാസം തുടങ്ങുന്നെങ്കിലും പറയാം. നവംബർ ഞാൻ ആദ്യമേ നവംബർ ഞാൻ ശ്രദ്ധിച്ചു. നമ്മള് പറയണ ഞാൻ സത്യം ശ്രദ്ധിച്ചു. പറഞ്ഞാ ഞാൻ ആ കേൾക്കുന്നില്ല. സിനിമയുടെ പേരൊന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇങ്ങനെ അയ്യോ, നവംബറിലാണ്. അപ്പം ഒട്ടും താമസമില്ലാത്ത സിനിമയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസത്തെ താമസം. 2 മാസമല്ലേ ഉള്ളൂ. 2 മാസം മുമ്പ് ഇതൊക്കെ പേരൊക്കെ അനൗൺസ് ചെയ്യും കേട്ടോ അവിടെ ചെന്നൈയില്. അതൊക്കെ അനൗൺസ് ചെയ്യും. യെസ്, അതാ ഞാൻ പറഞ്ഞു ചേട്ടനപ്പം 2 മാസം അധികം സമയം ഇല്ലല്ലോ. വെയിറ്റ് ചെയ്താൽ മതി. 2 മാസം ഞാൻ വെയിറ്റ് ചെയ്യണം ഈ സിനിമയുടെ പേരൊന്ന് കിട്ടാൻ. എന്നിട്ടേ പറയൂ. തുടങ്ങിയിട്ട് ഞാൻ പറയുള്ളൂ. ഷൂട്ട് തുടങ്ങിയിട്ടേ പറയുള്ളൂ. എന്തായാലും ഷൂട്ട് തുടങ്ങട്ടെ. നമുക്ക് അങ്ങനെയും കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ അല്ലേ കിച്ചു? അതെ. കിച്ചു എന്താ ഒന്നും ഇതിനകത്ത് ഇടപെടാതിരിക്കുന്നത്? സാധാരണ കിച്ചുവിന്റെ ഇടയ്ക്ക് ഇടപെട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു കിച്ചു. ദൈവമേ, അത് ഏത് കിച്ചു എനിക്കിപ്പോഴും മനസ്സിലാവുള്ള. സീരിയസ് ആയിട്ട് എനിക്കറിയില്ല. എന്നോട് ചോദിക്കൂ, എപ്പോഴും കയറി ഇടപെടാറുണ്ട്. പറയൂ. അതല്ലേ ഞാൻ പറഞ്ഞ എപ്പോഴും ഇടപെടാറുണ്ട്. ഇല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കയറി ഇടപെട്ടോളൂ കേട്ടോ. അതെ അതെ അതെ, ഞാൻ സംസാരിച്ചു തുടങ്ങി അപ്പൊ തുടങ്ങും. അതെന്താണ്? അത് ഇത്രയും നേരം രാവിലെ ഒക്കെ പറയും പരാതി പറഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ വിട്ടു തന്നേക്കാണ് സംസാരിക്കാനായിട്ട്. അതല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ
പല സിനിമകളിലേക്ക് എത്തുന്നു. ഇനിയൊരു യാത്ര സിനിമാ മേഖലയിൽ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കാൻ തന്നെയല്ലേ? അതെ. അതല്ലേ? അത് തീർച്ചയായിട്ടും. അതിനുള്ള വഴികളെല്ലാം തെളിയുന്നു എന്നല്ലേ വിശ്വസിക്കുന്നത്? അതെ. കഥകൾ കേട്ടു തുടങ്ങിയ വേറെ ഈ സിനിമ റിലീസിന് മുമ്പ് വേറെ കഥകൾ കേട്ടു തുടങ്ങി? ചേച്ചി ആക്ച്വലി പറഞ്ഞതുപോലെ ഓഡിയൻസിന് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഗ്യാപ്പ്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് കോവിഡ് കഴിഞ്ഞ ഉടനെ ഞാനും ഷൂട്ട് അതെ. ചെയ്യായിരുന്നു. ഈ കോവിഡ് വലിയൊരു അതെ, ഗ്യാപ്പ്. ആ 2 വർഷം ഡെഫിനറ്റ്ലി വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ഈ പറയുന്ന 2 പ്രോജക്റ്റുകളുടെ ഷൂട്ട് നടക്കുന്നതും. ഇപ്പം ഈ വർഷമായിരുന്നു ഒരു അടുപ്പിച്ച് എൻ്റെ ഷൂട്ടുകൾ ഉണ്ടായിരുന്നത്. അടുത്തൊരു തമിഴ് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വാതിലിൻ്റെ ഒരു റിലീസ് കൂടെ കഴിയുമ്പോൾ എൻ്റെ ഗ്രാഫ് താഴേക്ക് പോകില്ല, അത് മുകളിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാം സിനിമയാണ്, ഒന്നും പറയാൻ പറ്റില്ല. അല്ല, സിനിമ ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. അതെ. നമ്മളല്ലെങ്കിൽ അടുത്ത ആളെന്നാണ് സിനിമയ്ക്കുള്ളത്. അതെ. അപ്പൊ നമ്മള് തേടി പോണ സിനിമ അതെ, നമ്മളെ തേടി വരില്ല. അതെ. എന്നും നമ്മൾ തേടിപ്പോയാലേ നമുക്ക് സിനിമ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. നമ്മള് സിനിമ വരുമ്പോൾ തോർത്ത് ആരും ഇരുന്നിട്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ള കാര്യം. എന്തായാലും നല്ല നല്ല സിനിമകൾ ചെയ്യുക, അതാണ് പ്രേക്ഷകർക്ക് വേണ്ടതും. നമ്മൾ അഭിനയിച്ചു വെക്കുക. നമുക്ക് ഒരു സീനാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിലിരിക്കുന്ന സീനാണെങ്കിലും അത് ഓക്കെയാണ്. നമുക്ക് ത്രൂ അഭിനയിക്കണമെന്നല്ല, ഒരു സീനാണെങ്കിലും അത് പ്രേക്ഷകരുടെ മനസ്സിലിരിക്കണം. കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, പല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും വേണ്ട എന്ന് വെച്ച് പോയിട്ടില്ല. ഏത് കഥ കേട്ടാലും നമുക്ക് ഇഷ്ടപ്പെടുന്നു. സുഹൃത്ത് ബന്ധത്തിൽ കൂടിയല്ല സിനിമ ചെയ്യുന്നത്, കഥയെ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സുഹൃത്ത് വലയത്തിൽ ഒത്തിരി സിനിമകൾ വരുന്നുണ്ടായിരിക്കാം. കഥകൾ ഇഷ്ടപ്പെട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു സാധനം അത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുന്ന ആളെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് തന്നെ വെച്ചാൽ ഈ സുഹൃത്ത് വലയത്തിലുള്ള സിനിമകളിലേക്ക് പോകാൻ വിളിക്കാറില്ലേ? നമ്മളൊരു സിനിമയാണ്, നീ ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് വിളിക്കാറില്ലേ? ഇപ്പൊ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന താരമാണ്, നിംബോളി പ്രൊഡക്ഷൻ, നിംബോളി നായകൻ. അതൊന്നൊരു ഷൂട്ട് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നല്ലോ? തുടങ്ങി വെച്ചിട്ട് വീണ്ടും ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ നിന്നുള്ള ഇതിലേക്കാണ് അത് വന്നേക്കുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ കഥ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കഥ കേട്ട സിനിമകളാണ് നമ്മൾ ചെയ്യുന്നത്. അതായിരിക്കും മിക്ക നല്ലത്. കാരണം ഒരു 30 ദിവസം ഡേറ്റ് നമുക്ക് പൈസ കിട്ടും. ഈ 30 ദിവസം കോസ്റ്റ്യൂം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇന്നിപ്പോ എത്ര ദിവസം ഉണ്ടെങ്കിൽ ഇത് എന്തിനാന്ന് നമ്മൾ ആഗ്രഹിച്ചു വന്ന സ്ഥലമല്ലത്. ആരുടെയൊക്കെയോ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ 30 ദിവസം നമ്മളെ പ്രാകണോ അതിന്റെ ഇടയിൽ എങ്ങാനും ഇടുന്ന പോയിക്കാൻ അതും തീർന്നു. അല്ലല്ല, എന്തിനാണ്? അപ്പൊ നമ്മൾ പറയാ, എടാ ചെയ്യില്ലടാ, ശരിയാവൂലടാ. ആ സോറ അപ്പൊ അങ്ങനെ നിൽക്കുകയും ചെയ്യും. 30 ദിവസത്തിൽ കമ്മിറ്റ് ആയിട്ട് 20 സുടി വന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും? ഒരു കാര്യമില്ല കേട്ടോ. എന്തിനാപ്പ അത്? സൗഹൃദം അങ്ങനെ നോക്കുന്ന ആളല്ലേ? തീർച്ചയായിട്ടും. ഞാൻ വഴക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക്. ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ ഇപ്പം ഈ 10 സിനിമകൾ ചെയ്യുമ്പോൾ പല സംവിധായകരുടെ കൂടെ സിനിമ ചെയ്തു അല്ലേ? നമുക്കൊരു ഒരു വേറൊരു സിനിമ ചെയ്യണം, ഇന്ന സംവിധായകന്റെ കൂടെ ചെയ്യണമെന്ന ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ, ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ആരാണ്? ഇല്ല, അതിന്റെ വേറൊരു സാധനം കൂടി സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും 20 പടം എന്നെ സംബന്ധിച്ച് വലിയ കാര്യം വരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സങ്കടമായ ഒരു സാധനമാണ്. കാരണം വെച്ചാൽ അതിൽ സീനിയർ ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. DKP സാറ്, ജിത്തു സാറ്, ഇതൊക്കെ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് മോസിന്റെ അടുത്ത് ഞാൻ വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറഞ്ഞു, എടാ 10 കൊല്ലം എടാ വലിയ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, നീ നേരെ തിരിച്ച് ചിന്തിക്കടാ, ഇവരൊന്നും വിളിക്കട്ടെ, നീ 10 കൊല്ലം നിന്നില്ലേ, ഇനി അവര് വിളിച്ചാലോ നീ എത്ര കൊല്ലം നിൽക്കും, ഇനിയുള്ള പരിപാടി പോകുന്നു. അങ്ങനെ പറയാൻ പറ്റുന്ന കുറെ നല്ല സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ എനർജി. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ അതിനെ ചിന്തിക്കുന്നത്. അമലേട്ടനും എന്തോരം പേരുണ്ട്, അമ്പുക്ക, എല്ലാവരോടും വളരെ ബന്ധമുണ്ട്. അവർക്ക് പിന്നെ എന്താ വെച്ചാൽ അവർക്ക് തോന്നണേ അവൻ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഞാൻ അതാ പറയാം, നമ്മളിപ്പോ ഒരു കഥ കേട്ടു, അത് ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യന്റെ കയ്യിൽ, നല്ലൊരു ഡയറക്ടറെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുവരും. അതെ അതെ അതെ, അത് തീർച്ചയായിട്ടും തരും. ഏറ്റവും ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നല്ല സിനിമയിൽ വരിക, അത് നല്ല ഡയറക്ടറെ കീഴിൽ നല്ല സിനിമയിൽ വരിക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഓടുന്ന സിനിമയിൽ ഒരു സീൻ മതി, ഓടാത്ത സിനിമയിൽ ത്രോട്ട് ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. കൃത്യമാണ്. എന്തായാലും വാതിൽ തുറന്നിടുകയാണ് നമ്മൾ. ഈ മാസം അവസാനം എന്നാണ് റിലീസ്. വാതിൽ തുറന്നിടുകയാണ്, വാതിൽ അടയ്ക്കുന്നില്ല, നമ്മൾ തുറന്നിടുകയാണ് സിനിമ കാണാൻ ആളുകൾക്ക് വേണ്ടി. ഈ പേര് പോലെ തന്നെ വലിയ വാതിലിലൂടെ ആളുകൾ ഇരച്ചു കയറട്ടെ സിനിമ കാണാൻ. അങ്ങനെ സിനിമ വിജയിക്കട്ടെ. എന്തായാലും ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അത് ഉറപ്പായിട്ടും നമുക്ക് പറയാമെങ്കിൽ, നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്, അതിൽ നമുക്ക് ഫാമിലിക്ക് വരാൻ പറ്റിയൊരു സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ചെറിയ സിനിമ എന്ന് ഇവർ പറയുമ്പോൾ ഇത് ഈ കൂട്ടത്തിൽ അഭിനയിച്ചവരും ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നവർക്കും വലിയ സിനിമ തന്നെയാണ്. ആ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ എഴുതുക. സിനിമ കാണാതെ സിനിമയെ കൊല്ലരുത്.
ഒത്തിരി ആളുകളുടെ അധ്വാനമാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾ സഹകരിച്ച 3 പേർക്കും ഒത്തിരി നന്ദി. താങ്ക് ഹാപ്പി യു. ഓണം. ഹാപ്പി ആണോ? ഹാപ്പി ഓണം.